بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ഷുആറ 92 മുതൽ 98 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വഖീല ലഹും, ഇവിടെ ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ ഖാഫ്, ഇതിനെ തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം, നമുക്കറിയാം. എന്നാൽ കസ്റ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് അതിന് നൽകപ്പെടുക. വഖീല എന്നാണ് ഉച്ചരിക്കുക. വഖീല ലഹും ഐന, ലഹും എന്നതിലെ സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഐനമാ കുൻതും, ഈ പദത്തിൽ കുൻതും സാക്കിനത്ത നൂനും ശേഷം താവുമാണ്. ഇഖ്ഫ ഹഖീഖി നൽകി സാക്കിനത്ത നൂനിനെ അവ്യക്തമാക്കി മണിക്കേണ്ടതാണ്. ഐനമാ കുൻതും തഅ്ബുദൂൻ, അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. മിൻ ദൂനില്ലാഹ്, ഇവിടെ സാക്കിനത്ത നൂനും ശേഷം ദാലും വന്നിട്ടുണ്ട്. ഇഖ്ഫ ഹഖീഖി നൽകി സാക്കിനത്ത നൂനിനെ മറച്ച് മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ദൂനില്ലാഹ്. വീണ്ടും ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ, യൻസുറൂനകും, ഇവിടെ സാക്കിനത്ത നൂനും ശേഷം സ്വാദുമാണ്. നമുക്കറിയാം സ്വാദ് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അതുകൊണ്ട് തന്നെ സാക്കിനത്ത നൂനിനെ ഇഖ്ഫ ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ ആ മണിക്കലിലും തഫ്ഖീം വേണം. യൻസുറൂനകും എന്ന് പറയണം. യൻസുറൂനകും, അന്ത്യത്തിൽ വന്ന സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അതുപോലെ റാഇനെ തഫ്ഖീം ചെയ്യണം. യൻസുറൂ, റൂ എന്ന് തടിപ്പിച്ചുള്ള റാ ഉച്ചരിക്കണം. യൻസുറൂനകും ഔ യൻതസിറൂൻ, ഇതിൽ സാക്കിനത്ത നൂനും ശേഷം താവും ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. തർക്കീഖിൻ്റെ നാം പ്രത്യേകം എടുത്ത് പറയാറില്ല, കാരണം താരതമ്യേന കൂടുതലും തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. തഫ്ഖീമിൻ്റേത് കുറവായതുകൊണ്ട് അത് പ്രത്യേകം സൂചിപ്പിക്കുമെന്ന് മാത്രം. അപ്പോൾ ഇവിടെ യൻതസിറൂൻ, നേരത്തെ പറഞ്ഞത് യൻസുറൂൻ, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് മണിക്കലിൽ തഫ്ഖീം നൽകുക എന്നിങ്ങനെ തടിപ്പിച്ച്, ഇവിടെയാണെങ്കിലോ നേർ വിപരീതമായ യൻതസിറൂൻ എന്ന് തർക്കീഖും ചെയ്യണം. സ്വാദ് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. കസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം. യൻതസിറൂൻ, റാഇന് തഫ്ഖീം കൊടുക്കുകയും വേണം, തടിപ്പിക്കണം. ഫകുബ്കിബൂ, ഈ പദം ശ്രദ്ധിക്കുക. ഫകുബ്കിബൂ, സാക്കിനത്ത ബാഇനെ ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഫകുബ്കിബൂ ഫകുബ്കിബൂ ഫീഹാ ഹും വൽ ഗാവൂൻ, ഹും വൽ ഗാവൂൻ, സാക്കിനത്ത മീമും ശേഷം വാവും വന്നിട്ടുണ്ട്. ഇൽഹാർ ഷഫവിയാണ്. സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്, കാരണം വാവ് ഷഫവിയ അക്ഷരമായതുകൊണ്ട് മീമിൻ്റെ ഉച്ചാരണം അവ്യക്തമാവാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഹും വൽ ഗാവൂൻ, ഗൈനിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം, പൂർണ്ണമായ തഫ്ഖീം. വൽ ഗാവൂൻ,
وجنود إبليس أجمعون. ഇബ്ലീസ് എന്നതിൽ ബാഇനും അജ്മഊൻ എന്നതിൽ ജീമിനും സുക്കൂന് വന്നിട്ടുണ്ട്. ഖൽഖലയുടെ അക്ഷരങ്ങളാണ് അവ രണ്ടും. ഖുത്ബു ജദ് എന്ന 5 അക്ഷരങ്ങളിൽപ്പെട്ട ഹുറൂഫുൽ ഖൽഖലയിലെ 2 അക്ഷരങ്ങളാണ്. ഇവിടെ വന്നിട്ടുള്ള ബാവും ജീമും സാക്കിനത്തായ ബാവും സാക്കിനത്തായ ജീമും. ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വജുനൂദു ഇബ്ലീസ അജ്മഊൻ. പലർക്കും അച്ച് അച്ച് ച് ച ഒരു ചായുടെ ശബ്ദം വരും, അത് സൂക്ഷിക്കേണ്ടതാണ്. ജീം മജ്ഹൂറായ അക്ഷരമാണ്, അതിന് ഹംസ് ഉണ്ടാവുകയില്ല. അജ് അജ്മഊൻ അജ്മഊൻ. ഖാലു ഖാഫിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖാലു വഹും ഫീഹാ. സക്കിനത്തായ മീമും ശേഷം ഫാവുമാണ്. ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ ചെയ്തുകൊണ്ട്, അഥവാ ഫാ ഷഫവിയ അക്ഷരമായതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്രകാരം മീമിന് ശേഷം സാക്കിനത്തായ മീമിന് ശേഷം ഫാവോ വാവോ വരുമ്പോൾ വ്യക്തമായി ഇൽഹാർ ചെയ്യണം. ഇൽഹാറാണ്, ഇൽഹാർ ഷഫവി ആണ് ഏറ്റവും കൂടുതൽ 26 അക്ഷരങ്ങളുടെ മുമ്പിലും. പക്ഷേ ഈ 2 അക്ഷരങ്ങളുടെ മുമ്പിലാകുമ്പോൾ കൂടുതൽ സൂക്ഷ്മത വേണം. വഹും ഫീഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. യഖ്തസിമൂൻ ഖാഇന് തഫ്ഖീം കൊടുക്കുക, സാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. യഖ്തസിമൂൻ. തല്ലാഹി അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയ്ക്ക് തഫ്ഖീം കൊടുക്കണം. ഇവിടെ ഇസ്മുൽ ജലാലയിലെ ലാമിന്, കാരണം അതിൻ്റെ തൊട്ടുമുമ്പിൽ ഫത്ഹാണ് ഉച്ചരിക്കുന്നത്. ത എന്ന തായിന് ഫത്ഹാണ്. തല്ലാഹി തല്ലാഹി ഇൻ കുന്ന. സാക്കിനത്തായ നൂനും ശേഷം കാഫുമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്. ഉന്ന മുറഖഖ. ഇൻ കുന്ന ശദ്ദുള്ള നൂനിനെ മണിക്കണം. ലഫീ ളലാലിൻ മുബീൻ. ളാദിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. ള എന്ന തടിപ്പിച്ചുള്ള ഉച്ചാരണം. അതിൻ്റെ മഖ്റജാണെങ്കിൽ നാവിൻ്റെ സൈഡിൽ മേലെ അണപ്പല്ലുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ്. ളലാലിൻ മുബീൻ. തൻവീനും ശേഷം മീമുമാണ്. ളലാലിൻ എന്ന തൻവീൻ, അതിനുശേഷം മീമ്. തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ലഫീ ളലാലിൻ മുബീൻ. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ. നുസവ്വീകും എന്നതിലെ സാക്കിനത്തായ മീമും ശേഷം ബാഉമാണ്. ഇവിടെ മീമിനെ ഇഖ്ഫാ ഷഫവി നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. നുസവ്വീകും ബിറബ്ബി റാഇനെ തടിപ്പിച്ച് തഫ്ഖീം ചെയ്തുകൊണ്ടുള്ള ശബ്ദം കൊടുക്കണം. ബിറബ്ബിൽ ആലമീൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وقيل لهم أين ما كنتم تعبدون من دون الله هل ينصرونكم أو ينتصرون فكبكبوا فيها هم والغاوون وجنود إبليس أجمعون قالوا وهم فيها يختصمون تالله إن كنا لفي ضلال إذ نسويكم
برب العالمين. കഴിഞ്ഞ വചനങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയും അതിനുശേഷം പരലോകത്ത് ഭക്തിയുള്ള സൂക്ഷ്മതയുള്ള സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകപ്പെടുന്നത്, അവർക്ക് സ്വർഗം അടുപ്പിച്ച് അവരിലേക്ക് സമീപത്തിലേക്ക് ആക്കി കൊടുക്കപ്പെടുന്നതും അതിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതും, ശേഷം അവിശ്വാസികളായ ദുർനടപ്പുകാരായ വഴികേടിലുള്ള ആളുകൾക്ക് നരകം വെളിപ്പെടുത്തപ്പെടുന്നതുമാണ് അവസാന വചനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ശേഷം അള്ളാഹു പറയുകയാണ്, വഖീല ലഹും ഐന മാ കുൻതും തഅബുദൂൻ. അവരോട് ചോദിക്കപ്പെടും, പറയപ്പെടും. ആര് ഉദ്ദേശിച്ചതാരെയാണ്? അൽ ഗാവൂൻ. ലിൽ ഗാവീൻ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവസാനിപ്പിച്ചത്. ആ വഴികേടിലാകപ്പെട്ട ആളുകളോട്, വഴി പിഴച്ചവരോട് ചോദിക്കപ്പെടും, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നവർ എവിടെ? അതൊരു പരിഹാസത്തിൻ്റെ ചോദ്യമാണ്, നിഷേധത്തിൻ്റെ. നിങ്ങൾ ഇതുവരെ ആരാധിച്ചു, പ്രതീക്ഷ വെച്ചു, നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾ ജൽപ്പിച്ചിരുന്നതായ ആ ആരാധ്യ വസ്തുക്കൾ ഇന്ന് നിങ്ങളെ സഹായിക്കുവാനുണ്ടോ എന്ന ധ്വനിയാണ് അതിലുള്ളത്. അവരെവിടെ? മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിച്ചിരുന്നവർ. ഹൽ യൻസുറൂനകും, നിങ്ങളെ അവർ സഹായിക്കുമോ? ഔ യന്തസിറൂൻ, അല്ലെങ്കിൽ അവർ സ്വയം സഹായം സിദ്ധിച്ചവരാകുമോ? അതിനൊന്നും സാധ്യമല്ലല്ലോ. അത്രക്ക് ദുർബലമായ, യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിവില്ലാത്ത വസ്തുക്കളെ അല്ലയോ നിങ്ങൾ ആരാധിക്കുകയും വിളിച്ചു തേടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എന്ന ഉദ്ദേശമാണ് ഈ വചനങ്ങളിലുള്ളത്. ഫകുബ്കിബു ഫീഹാ ഹും വൽ ഗാവൂൻ, അവർ അതിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നവരാണ്, അവരും അതുപോലെ വഴിപിഴച്ച എല്ലാവരും. ആ നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നവരാണ്. ഉബുരിസത്തിൽ ജഹീമു എന്ന് മേലെ പറഞ്ഞില്ല, ആ ജഹീമിലേക്കാണ് ഫീഹ എന്നതിൻ്റെ ദമീർ മടങ്ങുന്നത്. വൽ ഗാവൂൻ, ആ പിഴച്ച ആളുകളും. വജുനൂദു ഇബ്ലീസ് അജ്മഊൻ, ഇബ്ലീസിൻ്റെ സൈന്യം ഒന്നടങ്കവും മുഴുവനായും. വജുനൂദു ഇബ്ലീസ, ഇബ്ലീസിൻ്റെ സൈന്യവും ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. വഅഅ്വാനു ഇബ്ലീസ മിനശ്ശയാത്തീനി കുല്ലിഹിം ലാ യുസ്തസ്നാ മിൻഹും അഹദ് അജ്മഊൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഖാലു വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ അതിൽ തർക്കിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഖാലു, അവർ പറയും. വഹും ഫീഹാ യഖ്തസിമൂൻ, അവർ അതിൽ പരസ്പരം തർക്കിച്ചുകൊണ്ട്. തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹുവാണ് സത്യം. വല്ലാഹി തല്ലാഹി എന്നൊക്കെ പറഞ്ഞാൽ ഒരർത്ഥമാണ്, സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രയോഗം. തല്ലാഹി, അല്ലാഹുവാണ് സത്യം. ഇൻ കുന്ന, നിശ്ചയമായും നാം അകപ്പെട്ടിരിക്കുന്നു, നാം ആയിത്തീർന്നിരിക്കുന്നു. തഅ്കീദ് ചെയ്യും. ഇൻ കുന്ന ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ നാം ആയിത്തീർന്നിരിക്കുന്നു എന്ന് അവിടെ വെച്ച് അവർ സമ്മതിക്കുകയാണ്, നരകത്തിൽ വെച്ചുകൊണ്ട്. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, നിങ്ങളെ നാം ലോകരക്ഷിതാവായ അല്ലാഹുവിനോട് തുല്യപ്പെടുത്തിയിരുന്ന സന്ദർഭം. ഇദ് നഅദിലുക്കും ബിറബ്ബിൽ മഖ്ലൂഖാതി കുല്ലിഹാ ഫനഅബുദുക്കും കമാ നഅബുദുഹു, അല്ലാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം നിങ്ങളെ നാം ആരാധിച്ചു.
ആ രീതിയിൽ നിങ്ങളെ നാം ലോകരക്ഷിതാവായ അള്ളാഹുവിന് തുല്യപ്പെടുത്തിയപ്പോൾ തീർച്ചയായും നമ്മളിതാ വഴികേടിൽ, വ്യക്തമായ വലാലത്തിൽ, വഴികേടിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് എന്ന് അവിടെ വെച്ച് അവർ സമ്മതിക്കുന്ന അവസ്ഥയാണ് അള്ളാഹു ഇതിലൂടെ വിശദീകരിക്കുന്നത്. അള്ളാഹു നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.